സാഫല്യം പാർട്ട് 19. മീനു, അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു. നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് തൊട്ട് നമ്മുടെ മക്കളുടെ മുൻപിൽ നമ്മൾ മാത്രമാണ് അവരുടെ അച്ഛനും അമ്മയും. മീനു ഒന്ന് മൂളി. നമ്മുടെ കഴിഞ്ഞ കാലം ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരരുത്. എനിക്ക് മനസ്സിലാകും, മീനു പറഞ്ഞു. നമ്മുടെ സ്നേഹം കണ്ടിട്ട് വേണം നമ്മുടെ മക്കൾ സ്നേഹിക്കാൻ പഠിക്കാൻ. ശരിയാണ്, അല്ലെങ്കിൽ നാളെ നമ്മൾ അനുഭവിച്ച അതേ വേദന അവർക്കും അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം സ്നേഹനിധിയായ ഈ അമ്മയുടെ മക്കളായിട്ടാണ് അവർ വളരുന്നത്. അപ്പോൾ അച്ഛനോ സ്നേഹമില്ലേ? ഞാൻ സ്നേഹിക്കാൻ പഠിച്ചത് നിന്നിലൂടെയാണ് മീനു. അതിന് മീനു ഒന്ന് ചിരിച്ചു. പക്ഷേ ഇതുപോലെ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല. അമ്മായിയെ ഭയന്ന് അമ്മാവൻ സ്നേഹം പുറത്ത് കാണിച്ചിട്ടില്ല. പിന്നെ കയറി ചെന്ന വീട്ടിൽ ഭർത്താവായ ദേവേട്ടൻ എന്നോട് കാണിച്ച സ്നേഹമൊക്കെ ശരീരത്തോട് മാത്രമായിരുന്നു. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ലെന്ന കാരണം കൊണ്ട് തന്നെ ആ അമ്മ എന്നോട് വെറുപ്പ് കാണിക്കാനും തുടങ്ങി. എല്ലാത്തിനും ഞാൻ കൂടെയില്ലേ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കേണ്ട ഭർത്താവ് പോലും എന്നെ കൈയൊഴിഞ്ഞു. മരണത്തെപ്പറ്റി മാത്രം ചിന്തിച്ച കുറേ രാത്രികൾ. മീനു അതൊക്കെ ഓർത്ത് പൊട്ടിക്കരഞ്ഞുപോയി. അതൊക്കെ കഴിഞ്ഞില്ലേ മീനു, ഇനി നീ അതൊന്നും ഓർക്കണ്ട. അതൊന്നും നിൻ്റെ ഓർമ്മകളിൽ പോലും വേണ്ട. പക്ഷേ ഞാൻ ഇന്നതൊക്കെ ഓർത്തുപോയി. ശരീരം പങ്കുവയ്ക്കുന്നതിന് മുന്നേ മനസ്സുകൾ തമ്മിൽ പൊരുത്തപ്പെടണം. എബിച്ചായൻ എന്നോട് കാണിച്ചത് ശരീരത്തോടുള്ള ദാഹമല്ല, മറിച്ച് എന്നെ മനസ്സിലാക്കി പങ്കിട്ട ആ സ്നേഹമാണ്. അതിനുവേണ്ടിയല്ലേ ഞാൻ ഇത്ര കാലം കാത്തിരുന്നതും. ഒരു പെണ്ണിൻ്റെ ശരീരം ഒരു പുരുഷന് നേടിയെടുക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. പക്ഷേ അവളെ മനസ്സറിഞ്ഞ് നേടാനാണ് പ്രയാസം. മീനു കണ്ണീരോടെ തന്നെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ദേവനോ സാന്ദ്രയോ ഇനി നമ്മുടെ ഓർമ്മകളിൽ പോലും കടന്നു വരാൻ പാടില്ല. ഇനി എബിയും മീനുവും നമ്മുടെ മക്കളും മാത്രം മതി നമ്മുടെ ഈ കൊച്ചു ലോകത്ത്. മീനു ഒന്ന് മൂളി. ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച ആശ്വാസത്തോടെ അവൾ എബിയുടെ നെഞ്ചിൽ കിടന്നു. അവരുടെ സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു അത്. 2-3 ദിവസത്തിന് ശേഷമുള്ള കല്യാണിയുടെ വരവ് കണ്ട് ദേവൻ അവളെ അരിശത്തോടെ നോക്കി. 2-3 ദിവസം ആരുടെ കൂടെ ആഘോഷിക്കാനടി നീ പോയത്? അത് എൻ്റെ ഇഷ്ടം. ദേവന് നഷ്ടമൊന്നുമില്ലല്ലോ, കല്യാണി പറഞ്ഞു. നീ എൻ്റെ ഭാര്യയായിട്ടാ ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ നാണക്കേട് എനിക്ക് തന്നെയാ. ഓഹോ, അതാണോ ദേവന് പേടി? എന്നാൽ കേട്ടോ, ഇനിയും ദേവൻ്റെ കൂടെ കഴിയാൻ എനിക്ക് താല്പര്യമില്ല. ഡിവോഴ്സ് വേണം. എങ്കിലങ്ങനെ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ സൈൻ ചെയ്തു തരാം, അവൻ പറഞ്ഞു. കല്യാണി അവളുടെ ഡ്രസ്സെല്ലാം ബാഗിലാക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ സ്ഥിരമായി കൂടെ കിടക്കാൻ ആളെ കിട്ടിയോ? ദേവൻ ഒരു പുച്ഛത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. നമ്മൾ തമ്മിൽ ഉള്ള പൊരുത്തക്കേട് എൻ്റെ വീട്ടുകാർ അറിഞ്ഞു. അല്ലെങ്കിലും എത്രയെന്ന് വെച്ചാൽ എല്ലാം മറച്ചു വയ്ക്കുന്നത്? അവർക്ക് എന്നും എൻ്റെ ജീവിതം സന്തോഷകരമായി കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് അവർ തീരുമാനിച്ച ആളോടൊപ്പം ഒരു പരീക്ഷണം കൂടി നടത്താൻ ഞാൻ തീരുമാനിച്ചു. എനിക്കൊരു അമ്മയാകാൻ പറ്റില്ലെന്നൊക്കെ അവർക്കറിയാം. പക്ഷേ അതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. കാരണം അയാളുടെ ആദ്യ ഭാര്യയിലുണ്ടായ 3 മക്കളുടെ അമ്മയായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. നഷ്ടപ്പെടുത്തിയതും നഷ്ടപ്പെട്ടതുമായ 3 മക്കളെ എനിക്ക് തിരിച്ചു കിട്ടി എന്ന് കരുതി ഞാൻ അവരെ ഇനിയുള്ള കാലം സ്നേഹിച്ചും പരിചരിച്ചും കഴിയാൻ തീരുമാനിച്ചു. ദേവനോടൊപ്പം ദേവൻ്റെ ആട്ടും തൂപ്പും സഹിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെയാണ്. പക്ഷേ എൻ്റെ മനസ്സ് മുഴുവൻ ദേവനോടൊപ്പമായിരിക്കും. കാരണം നമ്മളെ സ്നേഹിച്ചവരെക്കാൾ നമ്മൾ ഒരു പക്ഷേ ഓർക്കുന്നത് നമ്മളെ വേദനിപ്പിച്ചവരെ ആയിരിക്കില്ലേ. ഞാൻ പോയാൽ ദേവൻ ആഗ്രഹിക്കുന്ന ജീവിതം തിരിച്ചു കിട്ടും എന്നാണെങ്കിൽ അത് ഒരിക്കലും ദേവന് തിരിച്ചു കിട്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ഓ, അത് ഞാനങ്ങ് സഹിച്ചു, ദേവൻ പറഞ്ഞു. ദേവൻ ഒന്നോർത്തോ, ഇപ്പോൾ നിങ്ങളുടെ അമ്മ പരസഹായമില്ലാതെ കഷ്ടപ്പെടുന്നത് പോലെ ഒരിക്കൽ നിങ്ങൾക്കും ഇങ്ങനെ ഒരവസ്ഥ വരും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഒരു പെണ്ണിൻ്റെ വില. നീ എന്നെ നോക്കുമെന്നാണോ? എൻ്റെ അമ്മയെ നീ ഒരിക്കലെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് നീ എന്നെ നോക്കും എന്നൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. അതുതന്നെയാണ് ദേവൻ്റെ പരാജയവും. അമ്മയോട് ഞാൻ ഒരിക്കൽ സ്നേഹം കാണിച്ചതാണ്. പക്ഷേ അമ്മയ്ക്ക് ദേവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഒരു മരുമകളെ മാത്രം മതി. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇതിന് എല്ലാത്തിനും ദേവൻ അനുഭവിക്കും, നോക്കിക്കോ. ഞാൻ അനുഭവിച്ചോളാം. നീ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഒന്ന് ഇറങ്ങിത്തന്നാൽ മാത്രം മതി. ഞാൻ പോകുന്നത്. അവസാനമായി ദേവനോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധത്തിൽ മീനുവിനെ നഷ്ടപ്പെട്ട പോലെ ദേവൻ കളയുന്നത് സ്വന്തം ജീവിതം തന്നെയാണ്. അവൾ കണ്ണീരോടെ അവൻ്റെ മുഖത്ത് നോക്കി പറയുന്നതൊന്നും അവൻ മൈൻഡ് ചെയ്യുന്നതേ ഉണ്ടായിരുന്നില്ല. 2 പെണ്ണിൻ്റെ കണ്ണീരിൻ്റെ ശാപം ദേവൻ്റെ തലയ്ക്ക് മുകളിൽ ഇപ്പോഴുമുണ്ട്. അത് മുഴുവൻ ദേവൻ അനുഭവിച്ചു തീർക്കാനുള്ളത് തന്നെയാണ്. ഓ, നിൻ്റെയൊക്കെ കണ്ണീര് ഞാൻ എന്തനുഭവിക്കാൻ? അതിനു വേണ്ടിയാണോ നിങ്ങളെപ്പോലെ ഉള്ളവർ നിസ്സാര കാര്യത്തിന് കണ്ണു നിറയ്ക്കുന്നത്? അവൻ പുച്ഛത്തോടെ ചോദിച്ചു. അവൻ്റെ ചോദ്യത്തിന് മുൻപിൽ കല്യാണി ഒന്നും മിണ്ടാതെ ബാഗ് കയ്യിലെടുത്ത് ദേവനെ ഒന്ന് നോക്കി തിരിഞ്ഞു
അവൻ്റെ അരികിൽ നിന്നും നടന്നു. ഇനി ഒരിക്കലും ഈ മുഖം കാണാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. ഇറങ്ങുമ്പോഴും അവൻ തിരിഞ്ഞു വിളിക്കുമെന്നൊരു പ്രതീക്ഷ അവളിലുണ്ടായിരുന്നു. പക്ഷേ അവൾ ഇറങ്ങിയ പാടെ അവൻ വാതിലുകൾ കൊട്ടിയടച്ചു. ദേ എബിച്ചായ, വേണ്ടാട്ടോ. എന്തു വേണ്ടെന്ന്? ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാ. മക്കളെങ്ങാനും വന്നാൽ അവർ കാണും. ഇപ്പോൾ അവർ പഴയ പോലെ കൊച്ചുകുട്ടികളൊന്നുമല്ല. എല്ലാ തിരിച്ചറിവും തുടങ്ങി. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ മുറിയിൽ വരില്ല, അവൻ പറഞ്ഞു. എങ്കിൽ ഞാൻ അവർ ഉറങ്ങിയോ എന്ന് നോക്കിയിട്ട് വരാം. അതും പറഞ്ഞ് മീനു പുറത്തേക്കിറങ്ങി മക്കളുടെ മുറിയിലെത്തി. അവരുടെ ഉറക്കം നോക്കി ഒരു പുഞ്ചിരിയോടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് അവർക്കരികിൽ ഇത്തിരി നേരം ഇരുന്നു. അത് ശരി, എന്നോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നീ ഇവിടെ വന്നിരിക്കുകയല്ലേ? എബി ചോദിച്ചു. മക്കളുടെ ഉറക്കം കാണുമ്പോൾ വരാൻ തോന്നുന്നില്ല എബിച്ചായ, അവൾ അവരെ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എബിയും അവരുടെ ഒന്നിച്ചുള്ള ഉറക്കം ഒരു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു. ഇവരുടെ ഈ സ്നേഹവും ഒത്തൊരുമയും എന്നും ഉണ്ടാവുമോ എബിച്ചായ? പിന്നില്ലാതെ. സ്നേഹബന്ധത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുത്തല്ലേ നമ്മൾ അവരെ വളർത്തുന്നത്. അവൾ ഒന്ന് മൂളി. ദിവസങ്ങൾ കഴിയും തോറും അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം കൂടിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം പപ്പാ, പതിവ് പോലെ എബി വൈകിട്ട് തിരിച്ചു വരുമ്പോഴാണ് മക്കൾ രണ്ടാളും അവനരികിലേക്ക് ഓടി വന്നത്. അവൻ പുഞ്ചിരിയോടെ അവരെ കെട്ടിപ്പിടിച്ചു. പപ്പാ, അമ്മയ്ക്ക് വയ്യ. അമ്മയ്ക്ക് എന്തു പറ്റി? അവൻ ചോദിച്ചു. അറിയില്ല, അമ്മ മുറിയിലുണ്ട്. ആണോ? എന്നാൽ നമുക്ക് നോക്കിക്കളയാം അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന്. എബി മക്കളോടൊപ്പം മുറിയിൽ കയറിയതും മീനു ബെഡിൽ കിടക്കുന്നതാണ് കണ്ടത്. മീനു, എന്തു പറ്റി? അവൻ അവളെ അരികിലിരുന്ന് വെപ്രാളത്തോടെ ചോദിച്ചു. അറിയില്ല എബിച്ചായ, പക്ഷേ ആദ്യമായിട്ട് ഞാൻ ഈ വീട്ടിൽ കയറി വന്ന അസ്വസ്ഥതയൊക്കെയാണ് ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നത്. അമ്മയും കൂടി അത് പറഞ്ഞപ്പോൾ അത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായി. എന്ത്? നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി വരുവാണെന്ന്. സത്യമാണോ മീനു? സത്യമാണോ എന്ന് ഈ ഡോക്ടറല്ലേ പറയേണ്ടത്? അവൻ അവളെ നോക്കിയതും ഒരു പുഞ്ചിരിയോടെ ആ നെറ്റിയിൽ ചുംബിച്ചു. ഒരിക്കലും അമ്മയാവില്ലെന്ന് കരുതി ഒരുപാട് വിഷമിച്ചതാണ് ഞാൻ. പക്ഷേ മോനെ കിട്ടിയപ്പോൾ ആ സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും എബിച്ചായൻ എന്നെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയായിരുന്നു. ഇന്ന് എബിച്ചായൻ്റെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നു എന്ന് ഓർക്കുമ്പോൾ തന്നെ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന് തോന്നിപ്പോവുക. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നിന്നെ കിട്ടിയ ഞാനാ ഭാഗ്യവാൻ, എബി പറഞ്ഞു. അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പുഞ്ചിരിയോടെ അവൻ നിന്നു. എബി മീനുവിൽ ജനിക്കുന്ന തൻ്റെ കുഞ്ഞിനെ വരവേൽക്കാൻ കാത്തിരുന്നു. മക്കളും പുതിയ വാവയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എബിയുടെ കെയറിങ് അവളുടെ മനസ്സ് നിറച്ചു. ഒരു കുഞ്ഞിനായുള്ള കാത്തിരിപ്പ് അധിക നാളില്ല. നിറവേറുമായി ഹോസ്പിറ്റലിൽ നിന്നും എബിയോടൊപ്പം ഇറങ്ങുന്ന മീനുവിനെ ദേവൻ കൺമുന്നിൽ കണ്ടപ്പോഴും നിരാശയോടെ നോക്കി നിന്നു. എബിയുടെ കരുതലുകൾ അവൻ്റെ കണ്ണുകൾ നിറയിച്ചു. അത് ദേവൻ്റെ കണ്ണ് തുറപ്പിക്കുകയായിരുന്നു. മീനു അല്ലേടാ അത്? അമ്മയുടെ ചോദ്യത്തിനു മുന്നിൽ ദേവൻ ഒന്ന് മൂളി. അവൾ വീണ്ടും ഒരമ്മയാകാൻ പോവല്ലേ? എൻ്റെ മോന് അവളോടൊപ്പം ജീവിക്കാനുള്ള യോഗം ഇല്ലാതായി പോയല്ലോ. അതിന് ദൈവത്തെ പോലും പഴി പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ഒരിക്കൽ ദൈവം എനിക്ക് അവളെ തന്നതാ. പക്ഷേ എൻ്റെ സ്വാർത്ഥത കാരണം അവളെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു, ദേവൻ നിരാശയോടെ തന്നെ പറഞ്ഞു. എല്ലാത്തിനും ഈ അമ്മയാ കാരണം, അമ്മയും വേദനയോടെ തന്നെ പറഞ്ഞു. മോനാണ്. എബി പുഞ്ചിരിയോടെ മോനെ തൻ്റെ കൈകളിൽ വാങ്ങി. അവൻ്റെ കണ്ണിൽ നിന്നും സന്തോഷത്തിൻ്റെ കണ്ണുനീർ പൊഴിഞ്ഞു. ചുണ്ടുകളിൽ ആ കുഞ്ഞു നെറ്റിയിൽ സ്നേഹമായി പകർന്നപ്പോൾ അവൻ ഒന്ന് ഞെരുങ്ങി. എബി മീനുവിനെ പുഞ്ചിരിയോടെ നോക്കിയതും മീനുവും അതേ പുഞ്ചിരിയോടെ അവനെ നോക്കി. വേദനിച്ചോ? ആ വേദനയിലും ഒരു സന്തോഷമുണ്ട്, അവൾ ചിരിയോടെ പറഞ്ഞു. അവൻ വാത്സല്യത്തോടെ അവളെ നെറ്റിയിൽ ചുണ്ടുകളമർത്തി. യമിൻ. മോനെ എബി പേര് വിളിക്കുന്നത് കേട്ട് മീനു പുഞ്ചിരിച്ചു. ചിന്നുമോളും കിത്തുമോനും എമിമോനും കൂട്ടായപ്പോൾ അവർ ഹാപ്പിയാണ്. എബിച്ചായനെന്ന് നേരത്തെ വരുമോ? എന്തിനാ? അവനൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു. മക്കളെ സ്കൂളിൽ നിന്ന് പേരൻസ് മീറ്റിംഗ് ഉണ്ട്. നശിപ്പിച്ചു. ഞാൻ കരുതി. എന്ത് കരുതി? ഒന്നുമില്ല. പേരൻസ് മീറ്റിങ്ങിനൊക്കെ നീ പോകുന്നതല്ലേ മോളെ നല്ലത്. എബിച്ചായൻ അറിയില്ലേ എനിക്കതിന് പറ്റില്ലെന്ന്. അവിടെ ഒടുക്കത്തെ ഇംഗ്ലീഷാണ്. അത് കേട്ടതും എബി ഒന്ന് ചിരിച്ചു. അതുകൊണ്ടാണ് പോവാൻ മടി. എങ്കിലൊരു കാര്യം ചെയ്യും, നമുക്ക് 2 പേർക്കും കൂടി ഒരുമിച്ച് പോകാം. അവൾ സമ്മതിച്ചതും എബി ഇറങ്ങി. പരസ്പരം മനസ്സിലാക്കിയും സ്നേഹം പങ്കുവെച്ചും അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. എത്ര കാലം എന്ന് വെച്ചാൽ മോനെ നീ ഈ ജീവിതം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചു തീർക്കുന്നത്? ഈ അമ്മ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് നിൽക്കുക. നീ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ കണ്ണ് അടയില്ല മോനെ. എൻ്റെ മോൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നതിന് ഞാനും കാരണമാണ് അല്ലേ? ദേവൻ നിരാശയോടെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു. യൗവനം കൊഴിഞ്ഞു വീണു. മീനുവും ഒത്തുള്ള കുറേ നല്ല ഓർമ്മകൾ അവൻ്റെ ജീവിതം തള്ളി നീക്കി.
ഈ അമ്മ മരിക്കുന്നതിന് മുന്നേ എൻ്റെ മോൻ ഒരു കുടുംബമായി ജീവിക്കുന്നത് കാണണം. അതുമാത്രമാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം. അമ്മ പറഞ്ഞു. വേണ്ട അമ്മേ, ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ഈ അമ്മ മരിച്ചാൽ നീ പൂർണ്ണമായും ഒറ്റപ്പെടും മോനെ. നീ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു തുള്ളി വെള്ളം എടുത്തു തരാൻ പോലും ആരെങ്കിലും ഒരു തുണ വേണ്ടേ? എന്തിന്? എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തന്നെ എടുത്തോളാം. നിനക്കൊന്ന് സംസാരിക്കാൻ പോലും ഒരാളില്ലാതെ ജീവിതം തള്ളി നിൽക്കാനാകില്ല. അതുകൊണ്ടാണ് ഈ അമ്മ ഇങ്ങനെ പറയുന്നത്. ഒന്നും വേണ്ടമ്മേ, ആയുസ്സുള്ളിടത്തോളം ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി എനിക്ക്. ദേവൻ നിരാശയോടെ തന്നെ അതും പറഞ്ഞ് അമ്മയുടെ അടുത്തു നിന്നും മുറിയിലേക്ക് വന്നു. ശരിയാണ്, താൻ തികച്ചും ഒറ്റപ്പെട്ടുപോയി. ഒന്ന് മിണ്ടാൻ പോലും ആളില്ലാതായി. ചുവരിൽ ശൂന്യമായി കിടക്കുന്ന ആണിയിലേക്ക് അവനൊന്ന് നോക്കി. ഒരിക്കൽ തൻ്റെയും മീനുവിൻ്റെയും വിവാഹ ഫോട്ടോ കിടന്ന സ്ഥലം. പിന്നെ അത് കല്യാണിയോടൊപ്പമായി. ഇനി മറ്റൊരാളോ? വേണ്ട. ജീവിതം ആരോടൊപ്പമായാലും മീനുവിനോടൊപ്പം ജീവിച്ചതുപോലെ ഒരിക്കലുമാകില്ല. നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം ഓർത്ത് അവൻ്റെ കണ്ണു നിറഞ്ഞു. കാലങ്ങൾ അതിൻ്റേതായ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ദേവൻ ജോലി കഴിഞ്ഞ് വന്ന് അമ്മയ്ക്കരികിൽ ചെന്നപ്പോഴാണ് ആരോടും ഒന്നും പറയാതെ അമ്മ തനിച്ചാക്കി പോയെന്ന് അവൻ അറിഞ്ഞത്. അമ്മ അവസാനമായി ഇത്തിരി വെള്ളത്തിന് ആഗ്രഹിച്ചിട്ടുണ്ടാകണം. ടേബിളിലുള്ള ഗ്ലാസ് താഴെ കിടക്കുന്നത് കണ്ട് ദേവൻ കണ്ണീരോടെ അമ്മയെ നോക്കി. കൂട്ടിന് ഒരു പെണ്ണുണ്ടെങ്കിൽ തൻ്റെ അമ്മയ്ക്കൊരു തുള്ളി വെള്ളം കൊടുക്കാനെങ്കിലും ആളുണ്ടാകുമായിരുന്നു എന്ന് അവൻ അപ്പോൾ തോന്നി. പ്രസാദ് കർമ്മങ്ങളെല്ലാം നടത്തി 3-ാം ദിവസം തന്നെ ഭാര്യയെയും മക്കളെയും കൊണ്ട് ഇറങ്ങി. ദേവൻ ആ വീട്ടിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ദിവസങ്ങൾ കഴിയും തോറും ദേവൻ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ചു തുടങ്ങി. ഒന്നും മിണ്ടാൻ, താൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പുഞ്ചിരിയോടെ ഒന്ന് സ്വീകരിക്കാൻ, താനൊന്ന് വയ്യാതെ കിടന്നാൽ ആശ്വാസം പകരാൻ, അങ്ങനെയൊക്കെ ഒരാളെ ദേവൻ ആത്മാർത്ഥമായും ആഗ്രഹിച്ചു തുടങ്ങി. സാവിത്രി എന്ന പേര്. ദേവൻ്റെ അമ്മയുടെ പേരും അതുതന്നെയാണല്ലോ. ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി. 10 വയസ്സുള്ളൊരു മോനുണ്ട്. ഇതുവരെയും വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ വീടിൻ്റെ പേരിൽ തർക്കമായി. എല്ലാം അവർക്ക് വിട്ടുകൊടുത്തു മോനെയും കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്നൊക്കെ ആദ്യം പറഞ്ഞത്. പിന്നെയാ ഒരു ആൺതുണയില്ലാതെ എങ്ങനെ ജീവിക്കും എന്നും അങ്ങനെ ജീവിക്കാൻ കഴിയില്ലെന്നും മനസ്സിലായത്. ദേവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരിയുടെ മൂത്ത ആങ്ങള സമ്മതിച്ചിട്ടുണ്ട്. ദേവനെ ജോലിസ്ഥലത്ത് വന്ന് കാണാൻ സാധ്യതയുണ്ട്. 2 കെട്ടൊഴിഞ്ഞതിൻ്റെ കാര്യമൊക്കെ അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞത് പെണ്ണിൻ്റെ ഭാഗത്താണ് തെറ്റെന്നാണ്. ആദ്യ ഭാര്യ അനിയൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചെന്നും 2ാം ഭാര്യയ്ക്കൊരു കൊച്ചിനെ പ്രസവിക്കാൻ കഴിയില്ല എന്നുമാണ്. അതിനെപ്പറ്റി വല്ലതും ചോദിച്ചാൽ അങ്ങനെ തന്നെ വേണം ദേവനും പറയാൻ. ബ്രോക്കർ ദേവനരികിലിരുന്നു പറഞ്ഞതും ദേവൻ എല്ലാം കേട്ട് സ്വയം പുച്ഛിച്ചു. എൻ്റെ മീനു പ്രസവിച്ചത് എൻ്റെ കുഞ്ഞിനെ തന്നെയാണ്. പിന്നെ കല്യാണി, അവൾ 2 അല്ല 3 വട്ടം അമ്മയാകാൻ തുടങ്ങിയതാ. പക്ഷേ അവൻ കണ്ണീരോടെയായിരുന്നു അത് പറഞ്ഞത്. അതൊക്കെ നമുക്ക് അങ്ങനെ തന്നെ പറയാം. പക്ഷേ ഇത് ദേവൻ്റെ ഭാഗ്യ. ദേവനൊരു കുറവും വരുത്താതെ ആ പെണ്ണ് നോക്കിക്കോളും. അവനൊന്നും മൂളി. അപ്പോൾ എപ്പോഴാ പെണ്ണ് കാണാൻ ചെല്ലുന്നത്? അങ്ങനെ ഒരു ചടങ്ങൊന്നും വേണ്ട. കണ്ട് തീരുമാനിച്ച് പെണ്ണ് കെട്ടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ നന്നായി ജീവിച്ചാൽ നന്നായിക്കോളും. ദേവൻ വേദനയോടെ തന്നെ മറ്റൊരു ജീവിത പരീക്ഷണത്തിന് തയ്യാറായി. ചേട്ടാ, പാൽ. അപ്പോഴാണ് താൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിൻ്റെ മുഖത്ത് ദേവൻ ഒന്ന് നോക്കിയത്. തന്നെക്കാൾ പ്രായം തോന്നും കണ്ടാൽ. അവൻ അവളെ മുഖത്തു നിന്നും നോട്ടം മാറ്റി. അമ്മേ എന്ന് വിളിച്ച് അവരുടെ മോൻ മുറിയിലേക്ക് ഡോർ തള്ളിത്തുറന്ന് അകത്തേക്ക് കയറി വന്നു. ദേവൻ അവനെ അരിശത്തോടെ നോക്കി. തടിച്ചുരുണ്ടൊരു കോലം. അമ്മയെപ്പോലെ ഇളം നിറമാണ്. തൻ്റെ ഭാര്യയും മകനുമായിട്ടാണ് ഇവർ അറിയപ്പെടേണ്ടത് എന്നോർത്തപ്പോൾ അവന് അരിശം വന്നു. എന്താ മോനെ, അമ്മ പറഞ്ഞതല്ലേ അമ്മയുടെയും അച്ഛൻ്റെയും മുറിയിലേക്ക് വരരുതെന്ന്. സഞ്ജു മോന് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ അമ്മേ. ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞ് ദേവൻ എണീറ്റ് പുറത്തേക്ക് പോയി. ആ നിമിഷം അവൻ കല്യാണിയുടെ വാക്കുകൾ തിരിച്ചറിയുകയായിരുന്നു. താനായിട്ട് നഷ്ടപ്പെടുത്തിയ ജീവിതം ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന്.